പ്രതിരോധത്തിന്റെ കേരള മോഡൽ ലോകത്തിന് മുന്നിൽ ചർച്ചയാകാൻ പല കാരണങ്ങളുണ്ടെങ്കിലും പ്രധാന ഘടകം കെ ശൈലജ എന്ന ആരോഗ്യമന്ത്രിയാണ്. അംഗല മെർക്കലും ജസീന്ത ആർഡനും പോലുള്ള ലോക നേതാക്കൾക്കൊപ്പം ഇന്ത്യ എന്ന വലിയ രാജ്യത്തിലെ കേരളം എന്ന ചെറിയ സംസ്ഥാനത്തെ ഒരു ആരോഗ്യമന്ത്രിയെ ലോകം കസേരയിട്ടിരുത്തുന്നുവെങ്കിൽ അതിലേറെ അഭിമാനിക്കാൻ മറ്റൊന്നും വേണ്ട നമുക്ക്. BBC അടക്കമുള്ള മിക്ക രാജ്യാന്തര മാധ്യമങ്ങളും കോവിഡ് പ്രതിരോധത്തിൽ കേരളം കാട്ടിയ കൈയടക്കം പ്രത്യേകം ചർച്ച ചെയ്തു. A lot of people are asking questions about why it's been such a success story where you are in terms of keeping the numbers low. Yes, it is because of our proper timely preparation and setting our protocols and guidelines in proper time. When we heard that newly formed virus, coronavirus or COVID is spreading in Wuhan, China, in the family of SARS virus, at the time we started our preparation here in Kerala. രാജ്യാന്തര തലത്തിൽ കേരളം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇതാദ്യമായിരിക്കും. നിപ്പ വൈറസ് പടർന്നു പിടിച്ച സമയത്ത് വിദേശ രാജ്യങ്ങൾ പലതും കേരളത്തിലേക്കുള്ള യാത്ര വിലക്കി. അവിടെയെല്ലാം ഇന്ന് കേരളത്തിന്റെ ആരോഗ്യ മേഖല ഒരു മികച്ച മാതൃകയായി തന്നെ അവതരിപ്പിക്കപ്പെടുന്നു. നിപ്പ നൽകിയ അനുഭവ പാഠം തന്നെയായിരുന്നു കേരളത്തെ ഇത്രയേറെ ജാഗരൂകരാക്കിയത്. അങ്ങ് ചൈനയിൽ വുഹാനിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ തന്നെ അതിവിടെ എത്തുമോ എന്ന് ആശങ്കപ്പെടാനും മാത്രം ജാഗ്രതയുള്ള ഒരു ആരോഗ്യമന്ത്രി നമുക്കുണ്ടായി. നിപ്പ ബാധിച്ച സമയത്ത് പ്രവർത്തിച്ച് പരിചയസമ്പന്നമായ കെട്ടുറപ്പുള്ള ആരോഗ്യ മേഖല കൂടി ഒപ്പം നിന്നതോടെ തുടക്കത്തിൽ ഒരിടത്തും കണക്കുകൂട്ടലുകൾ പിഴച്ചില്ല. പ്രതീക്ഷിച്ചതുപോലെ വുഹാനിൽ നിന്ന് തന്നെ ആദ്യ രോഗിയെത്തി. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ. ആദ്യത്തെ ആൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ രോഗത്തെ നേരിടാൻ സംസ്ഥാനം പൂർണ്ണമായും സജ്ജമായിരുന്നു. 4 വിമാനത്താവളങ്ങളിലും മോണിറ്ററിംഗ് സംവിധാനം ഒരുക്കി. യാത്രക്കാർക്ക് ഹെൽത്ത് കാർഡ് നൽകി. ഇതിൽ യാത്രാ വിവരങ്ങൾ പൂർണ്ണമായി രേഖപ്പെടുത്തി. ചൈന ഉൾപ്പെടെ രോഗം ബാധിച്ച രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ട്രാൻസിറ്റ് റൂമിലേക്ക് മാറ്റി പരിശോധിച്ചു. സംശയം തോന്നിയവരെ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചു. രോഗികളെ കണ്ടെത്താനും ട്രേസ് ചെയ്യാനുമുള്ള ശ്രമങ്ങൾ സമൂഹ വ്യാപനമെന്ന വലിയ വിപത്തിൽ നിന്ന് കേരളത്തെ ഇതുവരെ കാത്തു. മറ്റു രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും രോഗബാധിതരാകുന്ന ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണമേറുമ്പോൾ ഇവിടെ ആരോഗ്യമേഖല സുരക്ഷിതമായിരുന്നു. പുറത്തുനിന്നെത്തിയവരെ നിരീക്ഷിക്കാനുള്ള കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കി. 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ കോവിഡ് ബാധിതരുടെയും മരിച്ചവരുടെയും എണ്ണം കണക്കിലെടുക്കുമ്പോഴാണ് എത്ര വലിയ നേട്ടമാണ് കേരളം കൈവരിച്ചതെന്ന് വ്യക്തമാവുക.